ഒട്ടും വേർത്തല്ല, എനിക്കൊരു വാല്യൂവും ഇല്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിലും തോന്നാറുണ്ട്. പലപ്പോഴും ആളുകളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തതിലും നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എംപവർയുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വയം സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ലൈ ഓർ ഹേർട്ട് യുവർ സെൽഫ്. സ്വയം വേദനിപ്പിക്കുകയോ കള്ളം പറയുകയോ ചെയ്യരുത്. സ്വയം സത്യസന്ധമായിരിക്കുക എന്നത് നാം നമ്മോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ഇതിലൂടെ സ്വന്തം ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും പറ്റും. സ്വയം കള്ളങ്ങൾ പറയുന്നത് താൽക്കാലികമായി നമുക്ക് ആശ്വാസം നൽകുകയും എന്നാൽ ലൈഫിൻ്റെ ലോങ് റണ്ണിൽ മോശമായി ബാധിക്കുകയും ചെയ്യും. ലേസിനെസ്, സ്വയം ഒഴികഴിവുകൾ പറയൽ, ഇതൊക്കെ സ്വയം സത്യസന്ധമായിരിക്കുന്നതിലൂടെ കുറയ്ക്കാനും പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഡോണ്ട് വെയിറ്റ് ഫോർ സംവൺ ടു മേക്ക് യു ഹാപ്പി. നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാനായി വെയിറ്റ് ചെയ്യരുത്. സ്വയം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ആരെയെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നത് നമ്മളെ ഹാപ്പിയാക്കാനായിട്ട്? ഒരു മോർണിംഗ് വാക്ക്, ചെറിയ ട്രാവൽസ്, ഇഷ്ടപ്പെട്ട ആളുകളെ വിസിറ്റ് ചെയ്യൽ, അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കൽ, ഒരു നല്ല സിനിമ, ഇങ്ങനെ വീട്ടിലിരുന്നു കൊണ്ടുപോലും നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എപ്പോഴും ആരെയെങ്കിലും വെയിറ്റ് ചെയ്തും പരാതികൾ പറഞ്ഞുമൊക്കെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിരാശയായിരിക്കും ഫലം. പലപ്പോഴും ആളുകൾ അനുഭവിക്കുന്നതും പല റിലേഷൻഷിപ്സിലും വിള്ളലുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹാപ്പിനെസ്സിനായിട്ട് ആരെയെങ്കിലും ആശ്രയിക്കുന്നത്. പലപ്പോഴും സ്വന്തം പാഷൻ തിരിച്ചറിയാനും സാധ്യമാകുന്നത് സ്വയം ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഡോണ്ട് ഫിയർ അതേഴ്സ് ഒപ്പീനിയൻ. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ പേടിക്കാതിരിക്കുക. ഇഷ്ടങ്ങൾ ചുറ്റുമുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റുന്നവരാണ് നമ്മളിൽ കൂടുതലും. അതല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പേടിച്ചും അനുസരിച്ചുമാണ് നമ്മൾ പോകാറുള്ളത്. സ്വന്തമായി എടുക്കുന്ന നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു നോ പറയാനുള്ള മടി കൊണ്ടോ ഓപ്പോസിറ്റുള്ള ആൾ എന്ത് വിചാരിക്കുമെന്ന ഫീലിംഗ് കൊണ്ടോ പേടി കൊണ്ടോ ഒക്കെ ആയിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം, എന്നാൽ അത് നമ്മുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ റിയലിസ്റ്റിക് തീരുമാനങ്ങളായിരിക്കണം. ഇനി നാലാമത്തെ കാര്യം, ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, ഫിസിക്കൽ ഹെൽത്തിനെ കെയർ ചെയ്യുക. വായന, എക്സസൈസ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഗാർഡനിങ്, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചെറിയ നല്ല ശീലം പോലും സ്ഥിരമായി ചെയ്യുന്നത് മനസ്സിനെ പീസ്ഫുൾ ആക്കുകയും ചെയ്യും. അതുപോലെ ഫിസിക്കൽ ഹെൽത്ത് നിങ്ങളുടെ പ്രയോറിറ്റി ആയിരിക്കണം. ഫിസിക്കൽ ഹെൽത്തുമായി ഡിറ്റാച്ച്ഡ് ആവുന്നത് നമ്മുടെ കോൺഫിഡൻസിനെയും റെസ്പെക്റ്റിനെയും ബാധിച്ചേക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം, ഡോണ്ട് ടേക്ക് അക്കൗണ്ടബിലിറ്റി ഓഫ് എവറി പ്രോബ്ലം. എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളാണ് കാരണം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ വളരെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളാവാം. തെറ്റുകൾ അവരുടെ ഭാഗത്താണെങ്കിൽ കൂടി ചിലപ്പോൾ അത് നമ്മുടേതാണെന്ന് വരുത്തി തീർക്കാൻ ചിലർക്ക് പറ്റും. അതല്ലാതെയും നമുക്ക് പ്രശ്നങ്ങൾക്ക് കാരണം എപ്പോഴും ഞാനാണെന്നുള്ള ചിന്തകൾ വരാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്യാം. ഒരാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ബേസ്ഡ് ഓൺ ആയിട്ടാണ് ആളുകൾ ബിഹേവ് ചെയ്യുക. ട്രോമയിലൂടെയോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിലൂടെയോ കടന്നു വന്ന ഒരാൾക്ക് നിങ്ങളുടെ ഭാഗങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. എന്ന് വെച്ച് എല്ലാവരുടെയും പ്രവർത്തികളുടെയും വാക്കുകളുടെയും റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആറാമത്തെ കാര്യം, സ്റ്റേ അവേ ഫ്രം സിറ്റുവേഷൻസ് ദാറ്റ് ഡ്രെയിൻ അവർ എനർജി. നമ്മുടെ എനർജി ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും നമ്മുടെ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ എവിടെയെങ്കിലും ഇടപഴകി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷണൽ എനർജി ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഏഴാമത്തെ കാര്യം, ഗോ ത്രൂ ഓൾ യുവർ ഇമോഷൻസ്. പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഹാപ്പിനെസ്സിനെ മാത്രം അഡ്രസ് ചെയ്യുകയും പോസിറ്റീവായ ഇമോഷൻസിലൂടെ മാത്രം കടന്നു പോകാൻ ശ്രമിക്കുകയും എന്നാൽ മറ്റുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റണം. ഒരു നെഗറ്റീവ് ഇമോഷനിൽ നിന്നും രക്ഷ നേടാനായി കണ്ടിന്യൂസ് ആയി ഫോൺ യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഡിസ്ട്രാക്ഷൻസിൽ ഇൻവോൾവ് ആകുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനെ മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കും. ഇത് നമ്മുടെ മനസ്സമാധാനത്തെ തകർക്കുകയും നമ്മളോട് തന്നെയുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറയ്ക്കാനും കാരണമാകും. എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകാൻ തയ്യാറാവുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി എട്ടാമത്തെ കാര്യം, ആക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. തോൽവികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്.
കണ്ടിന്യൂസ് ആയിട്ടുള്ള തോൽവികൾ അല്ലെങ്കിൽ ഒരു ചെറിയ തോൽവി പോലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സ്നേഹം നഷ്ടപ്പെടുത്തിയേക്കാം. എന്നാൽ തോൽവികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെന്നും അത് ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള കാര്യമാണെന്നും മനസ്സിലാക്കുക. തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് സെൽഫ് എസ്റ്റീമിനെ ഗ്രോ ചെയ്യാനും സഹായിക്കും. ഇതല്ലാതെ സെൽഫ് ലവ് വളർത്തിയെടുക്കാനുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ, മെൻ്റൽ ഹെൽത്ത്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് ഫോർ ലിസണിങ്. വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.